നമസ്കാരം. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷമായി കോട്ടയം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത് MP തോമസ് ചാഴിക്കാടൻ വിശദീകരിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. ഏറ്റവും വലിയ വികസനം റെയിൽവേയുടെ കാര്യത്തിലുണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. 926 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, പാത ഇരട്ടിപ്പിക്കൽ, വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം, വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ആധുനികവൽക്കരണം, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം കവാടം ഉൾപ്പെടെ വലിയ വികസനമാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. കോട്ടയം കുറുപ്പത്തറ മുതൽ ചിങ്ങവനം വരെയുള്ള പാത ഇരട്ടിപ്പിക്കൽ ദീർഘകാലമായി ഇഴഞ്ഞു നീങ്ങിയായിരുന്നു. നിരവധി അവലോകന യോഗങ്ങൾ നടത്തി റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞു. 2023 ഏതാണ്ട് ജൂലൈ മാസമായപ്പോഴേക്കും പാത ഇരട്ടിപ്പിക്കൽ ജോലി പൂർത്തിയായി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വലിയ മുന്നേറ്റം, വലിയ വികസനം നേടിയെടുക്കാൻ കഴിഞ്ഞു. 3 പ്ലാറ്റ്ഫോമുകൾ മാത്രമുണ്ടായിരുന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ. ഇന്ന് 6 പ്ലാറ്റ്ഫോമുകളുണ്ട്. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 1425 കിലോമീറ്റർ റോഡുകളാണ്. ലോക്സഭാ അംഗങ്ങളാണ് ആ റോഡുകൾ നിർദ്ദേശിക്കേണ്ടത്, ഏത് റോഡാണ് ഏറ്റെടുക്കേണ്ടതെന്ന്. സാധാരണഗതിയിൽ അതിൻ്റെ ശരാശരി എടുത്താൽ 20 ലോക്സഭാ അംഗങ്ങൾക്കായി വീതിച്ചാൽ 71 കിലോമീറ്റർ റോഡാണ് ലഭിക്കേണ്ടത്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലത് 92 കിലോമീറ്റർ, അതായത് ശരാശരിയേക്കാൾ 35% അധികം ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ 92 കിലോമീറ്റർ 78 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടക്കുകയാണ്. PMGSY പദ്ധതികളിലൂടെ നമ്മുടെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി കോട്ടയം മണ്ഡലത്തെ മാറ്റാൻ കഴിയും. പാർലമെൻറ്റിൽ ഞാൻ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി 10,000-കണക്കിന് കോടി രൂപ മാറ്റിവെച്ച് അവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ബഹുമാനായ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഈ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം കോട്ടയം, എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. അവർക്ക് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 12 ക്യാമ്പുകൾ വിളിച്ചു. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്.